നമസ്കാരം, ഞാൻ രേവതി ഉദയൻ. സംസ്ഥാന സർക്കാർ 4ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ പ്രോഗ്രസ് റിപ്പോർട്ട് സ്വയം പുകഴ്ത്തൽ റിപ്പോർട്ടാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആരോപിച്ചു. റോഡ് നിർമ്മാണത്തിൽ അപാകത കണ്ടെത്തിയതോടെ ആർക്കും വേണ്ട ഈ രക്തത്തിന്റെ പങ്ക്. കോൺഗ്രസുകാർ പിണറായി സർക്കാരിനെ കുറ്റപ്പെടുത്തുമ്പോൾ ഇടതുപക്ഷം കുറ്റപ്പെടുത്തുന്നത് മൊത്തം ബി.ജെ.പിക്കാരെയാണ്. റിപ്പോർട്ടിലെ ഏറ്റവും വലിയ അവകാശവാദം ദേശീയപാത നിർമ്മാണമാണെന്നും റിപ്പോർട്ട് അടിച്ചതിനു ശേഷമാണ് പാതയിൽ വിള്ളൽ വീണതെന്നുമാണ് സതീശന്റെ വാദം. അടുത്ത മഴയിൽ ഇനിയും വിള്ളൽ വീഴും. ക്രെഡിറ്റ് എടുക്കാൻ നിന്നവരെ ഇപ്പോൾ കാണാനില്ല. റീൽസ് എടുക്കുന്നവർ വിള്ളൽ വീണ സ്ഥലത്തു പോയി എടുത്താൽ നന്നായിരിക്കുമെന്നും സതീശൻ പരിഹസിച്ചു. കോട്ടയത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. സർക്കാർ എന്തു ചെയ്തില്ല എന്നതാണ് റിപ്പോർട്ടിലെ വിവിധ ഭാഗങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്ന യാഥാർത്ഥ്യമെന്നും സതീശൻ പരിഹസിച്ചു. തകർന്നു വീഴുന്നതിന് മുൻപ് തയ്യാറാക്കിയതായതിനാൽ റിപ്പോർട്ടിലെ ഏറ്റവും വലിയ അവകാശവാദം ദേശീയപാതയാണ്. ഹൈവേ പൊളിഞ്ഞു പോകുന്നത് പോലെ സർക്കാരിന്റെ അവകാശവാദങ്ങളും നിലം പതിച്ചുകൊണ്ടിരിക്കുന്നു. 100-ലധികം സ്ഥലത്ത് ഇപ്പോൾ തന്നെ വിള്ളലുണ്ട്. അടുത്ത മഴയിൽ വീണ്ടും വിള്ളൽ വരും. ഞങ്ങളുടേതാണ് ഈ റോഡെന്നായിരുന്നു സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പ് അവകാശപ്പെട്ടിരുന്നത്. വിള്ളൽ വീണപ്പോൾ ഒരു അവകാശവാദവുമില്ല. റീൽസ് എടുക്കുന്നവർ വിള്ളൽ വീണ സ്ഥലത്ത് പോയി എടുത്താൽ നന്നായിരിക്കുമെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. പാലാരിവട്ടം പാലം തകർന്നു വീണിട്ടില്ലെന്നും രാഷ്ട്രീയ ഉദ്ദേശത്തോടെ പുറത്തുവന്ന ഒരു റിപ്പോർട്ട് മാത്രമാണ് അക്കാര്യത്തിൽ ഉണ്ടായിരുന്നതെന്നും ആരോപണങ്ങൾക്ക് സതീശൻ മറുപടിയായി പറഞ്ഞു. അന്നത്തെ മന്ത്രിക്കെതിരെ കേസെടുത്തവർക്ക് ഇപ്പോൾ ഒരു പരാതിയുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് 28,000 കോവിഡ് മരണം സർക്കാർ മറച്ചുവെച്ചു. കടക്കണിയില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. പണമുണ്ടെങ്കിൽ ആശുപത്രിയിൽ മരുന്ന് കൊണ്ടുവരാനുള്ള സംവിധാനം ഉണ്ടാക്കണം. KMSSLന് പണം നൽകാത്തത് കൊണ്ടാണ് മരുന്നില്ലാത്തതെന്നും അദ്ദേഹം പറഞ്ഞു. വികസന കാര്യങ്ങളിൽ എട്ടുകാലി മമ്മൂഞ്ഞാണ് ഇടതു സർക്കാർ. തങ്ങളൊരു പദ്ധതിയെ മാത്രമേ എതിർത്തിട്ടുള്ളൂ. അത് കേരയിൽ മാത്രമാണ്. കേരയിൽ വന്നാൽ കേരളത്തിൽ പാരിസ്ഥിതിക ദുരന്തമുണ്ടാകും. അതിനാലാണ് തങ്ങൾ എതിർത്തതെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. അതേസമയം ദേശീയപാത തകർച്ചയിൽ കാരണക്കാർ BJP ആണെന്ന തരത്തിൽ ഗുരുതര ആരോപണവുമായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും രംഗത്ത് വന്നു. BJPക്ക് വലിയ തോതിൽ ഇലക്ട്രൽ ബോണ്ട് നൽകിയിട്ടുള്ള കമ്പനികൾക്കാണ് ദേശീയപാത നിർമ്മാണത്തിന്റെ കരാർ നൽകിയിരിക്കുന്നതെന്ന് MV ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. 980 കോടി രൂപ BJPക്ക് ഇലക്ട്രൽ ബോണ്ട് കൊടുത്ത കമ്പനി വരെ പട്ടികയിലുണ്ട് എന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. അതേസമയം സ്മാർട്ട് റോഡുമായി ബന്ധപ്പെട്ട് മന്ത്രിമാർ തമ്മിൽ തർക്കമില്ല എന്നും LDF സർക്കാർ ഇല്ലെങ്കിൽ കേരളത്തിൽ NH 66 ഉണ്ടാകുമായിരുന്നില്ല എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഉമ്മൻചാണ്ടി സർക്കാർ ഉപേക്ഷിച്ച പദ്ധതി പുനർജീവിപ്പിച്ചത് LDF സർക്കാരാണ്. ഭൂമി ഏറ്റെടുത്ത് നൽകണമെന്ന് കേരളത്തോട് ദേശീയപാത അതോറിറ്റി ആവശ്യപ്പെട്ടിരുന്നു. മറ്റൊരു സംസ്ഥാനത്തോടും കേന്ദ്രം ഇങ്ങനെ പറഞ്ഞിരുന്നില്ല എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ 25% പണം 6,000 കോടി രൂപ സംസ്ഥാന സർക്കാർ കിഫ്ബി വഴി നൽകിയിട്ടാണ് ദേശീയപാത അംഗീകരിച്ചത്. അതിന്റെ മുഴുവൻ കാര്യങ്ങളും ചെയ്യേണ്ടത് ദേശീയപാത അതോറിറ്റിയാണെന്നും എന്നാൽ ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെ കേരളത്തിൽ പദ്ധതി നടപ്പിലാക്കാൻ എല്ലാ രീതിയിലും ഇടപെട്ടത് ഇടതു സർക്കാരാണെന്നും CPIM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. മുഖ്യമന്ത്രി തന്നെ നേരിട്ടാണ് പ്രശ്നപരിഹാരത്തിന് ഇടപെട്ടിരുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.